കോഴിക്കോട് SIS അഥവാ CC ബാങ്ക് തട്ടിപ്പിൽ തനിക്ക് പങ്കില്ലെന്ന് ടി സിദ്ദീഖ് MLA ഭാര്യ ഷറഫുന്നിസ പറയുന്നു. സ്ഥാപനത്തിൽ നിന്ന് താൻ നേരത്തെ രാജിവെച്ചിരുന്നു. താൻ വഴി സ്വീകരിച്ച നിക്ഷേപങ്ങളെല്ലാം മടക്കി കൊടുത്തിട്ടുണ്ട്. കേസിൽ പ്രതി ചേർത്തത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നും ഷറഫുന്നിസ 24നോട് പറഞ്ഞു. ആരാണ് എന്താണോ ഒന്നും അറിയില്ല. പരാതി ഉണ്ടായാൽ നമ്മൾ സ്വാഭാവികമായിട്ട് വിളിക്കുമല്ലോ. ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വിളിയും വന്നിട്ടില്ല. ഡിസംബർ 2028 ഞാൻ അവിടുന്ന് ഇറങ്ങുന്നത്. രണ്ട് അതിന് മുമ്പ് 5 മാസം മുമ്പ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ റിസൈൻ ലെറ്റർ കൊടുത്ത മെയിൽ വഴി അയച്ചത് 8 ഡിസംബർ 2022. ഡയറക്ടർ ബോർഡ് മെമ്പറും ആയിരുന്നില്ല. അവർ ഓഫർ ലെറ്റർ തന്നിട്ട് ജോലിക്ക് പോയതാ. പക്ഷെ അവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു ഓഫർ ലെറ്ററിലെ ജോലി ആയിരുന്നില്ല, അവർ പറഞ്ഞ സാലറി ആയിരുന്നില്ല. എന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും എത്ര സാലറി വന്നത് എത്രയാണ്. ഞാൻ ഈ മാനേജ്മെന്റുമായിട്ട് ഒത്തുപോകാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ സിദ്ദീഖ് അവിടെ വർക്ക് ചെയ്യേണ്ട ഇറങ്ങിച്ചോന്ന് പറഞ്ഞു. പിന്നെ എന്റെ കെയർ ഓഫിൽ ഒരുപാട് ഫണ്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എല്ലാവരും പിരിച്ചു വിട്ടിരുന്നു. കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ സുരേഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ടി സിദ്ദീഖിന്റെ ഭാര്യയായ ഷറഫുന്നീസയെ പ്രതി ചേർത്തുകൊണ്ട് ഇന്നലെയാണ് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 20 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ 4ാം പ്രതിയാണ് ടി സിദ്ദീഖിന്റെ ഭാര്യയായ ഷറഫുന്നീസ. എന്നാൽ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഷറഫുന്നീസ. നമ്മൾ ഷറഫുന്നീസയുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് 2022 ഡിസംബർ 8 താൻ ആ ജോലി രാജിവെച്ചിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടറായാണ് ഈ ഷറഫുന്നീസ അവിടെ ജോലി ചെയ്തിരുന്നതെന്ന് അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെ നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഷറഫുന്നീസ ചെയ്യുന്നത്. തനിക്ക് സാമ്പത്തിക ഇടപാടുകൾ താൻ വഴി നടന്നിട്ടുണ്ട്, പക്ഷേ ആ പൈസ എല്ലാം താൻ തിരിച്ചു നൽകിയിട്ടുണ്ടെന്നാണ് ഷറഫുന്നീസ പറയുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ബന്ധവുമില്ല. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി ഈ ഘട്ടത്തിൽ വന്നതെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും പോലീസിൽ നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നുമാണ് ഷറഫുന്നീസ പറയുന്നത്. പക്ഷേ ഇവരുടെ ഷറഫുന്നീസ ഈ സ്ഥാപനത്തിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ജോലി ചെയ്തിരുന്നു എന്നതിന്റെ ID കാർഡ് ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളും പറയുന്നുണ്ട്. പക്ഷെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം 1 വർഷം മുമ്പാണ് ഇവർ ജോലി ചെയ്തിരുന്നതെന്നാണ്. പക്ഷേ ഇന്നലെ കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിൽ ഈ ഷറഫുന്നീസയ്ക്കും താൻ തട്ടിപ്പിനിരയായതിൽ പങ്കുണ്ടെന്നാണ് കോഴിക്കോട് സ്വദേശിനി പറയുന്നത്. അതടിസ്ഥാനത്തിലാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്ത 5ാമത്തെ FIR-ൽ ഷറഫുന്നീസയെ 4ാം പ്രതിയാക്കിക്കൊണ്ട് കേസ് എടുത്തിട്ടുള്ളത്. എന്താണെങ്കിലും നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 6ഓളം ബ്രാഞ്ചുകളാണ് ഈ സിസ് ബാങ്ക് എന്ന സ്ഥാപനത്തിന് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി ഉള്ളത്. ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്നും നാളെയുമായി പോലീസിന്റെ നേതൃത്വത്തിൽ വിശദാംശങ്ങൾ, ഈ രേഖകൾ പരിശോധിക്കുന്ന നടപടികൾ നടക്കും. ആ ഘട്ടത്തിൽ ഈ ഷറഫുന്നീസയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിക്കുമോ എന്നതാണ് ഇനി നമ്മൾ നോക്കി കാണേണ്ടത്. എന്താണെങ്കിലും കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്തെത്തുകയാണ്. അതോടൊപ്പം ഈ കേസിലെ 1ാം പ്രതി കോൺഗ്രസ് നേതാക്കളുമായി കൂടുതൽ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന വ്യക്തമാക്കുന്ന ചില ഫോട്ടോകൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട്. ഈ ആളുകളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാനായി കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം സ്വീകരിച്ചിരുന്നു. ആ ഫോട്ടോകൾ ആസ്പദമാക്കിക്കൊണ്ടാണ് ഈ ആളുകളിൽ നിന്നും ഈ 1ാം പ്രതി ഉൾപ്പെടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും 15 കോടി മുതൽ 20 കോടി രൂപ വരെ ആളുകളിൽ നിന്നും സ്വീകരിച്ചു എന്നാണ് പ്രാഥമിക കണക്ക്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. അതിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN അതോടൊപ്പം തന്നെ ടി സിദ്ദീഖ് ഇന്ന് രാവിലെ 10:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളതും. SKN. ഓക്കെ, താങ്ക് യു. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ കോഴിക്കോട് നിന്ന്.